നമസ്കാരം. പണ്ടാരോ പറഞ്ഞ പോലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളുടെയും അൾട്ടിമേറ്റ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രോബബ്ലി സന്തോഷം കിട്ടുക എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും നമുക്കൊരു ഷോർട്ട് ടേം പ്ലഷർ തരുന്നുണ്ടെങ്കിലും ലോങ് ടേം ഹാപ്പിനെസ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ വളരെ റെയറാണ്. അപ്പോൾ ഇതേ ചോദ്യം തന്നെ പല കാലങ്ങളിലും പല ആൾക്കാരും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ഫിലോസഫീസ് എനിക്ക് ഇതിനെക്കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ചു. അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റഡി, ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ 80 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റഡി ഉണ്ട് ഹാർവേഡിൽ നടക്കുന്നത്. അപ്പോൾ അതിലും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിച്ചു, അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി സർപ്രൈസിങ് ആയിട്ട് തോന്നും. ഇതിൻ്റെ ആക്ച്വൽ ആ ഒരു സീക്രട്ട് ടു ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കാൻ ആ രണ്ട് ഫിലോസഫീസ് പറയാം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹാർവേഡ് സ്റ്റഡിയും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഫിലോസഫി ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതിൽ പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും പല ഗോൾസും അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. പക്ഷെ അതൊരു ഹെഡോണിക് ഒരു ട്രെഡ്മിൽ പോലെയാണ്. നമ്മൾ ഓടുന്തോറും നമുക്ക് ആ ഹാപ്പിനെസ് കിട്ടാൻ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു കാറ് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ കുറേ കഷ്ടപ്പെട്ട് കുറേ പൈസയൊക്കെ സേവ് ചെയ്ത് ലോൺ എടുത്ത് ഒക്കെ അവസാനം ഒരു സ്വിഫ്റ്റ് കാറ് മേടിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം അത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ശരിക്കും ഹാപ്പിനെസ് ഫീൽ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് മേടിച്ച് ചെയ്യേണ്ട ഒരു 6 മാസം കഴിയുമ്പോൾ, ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ വേറെ കാറുകൾ മേടിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് അത് ഡ്രെയിനായിട്ട് അടുത്തൊരു ഗോളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. മേ ബി ഒരു സ്വിഫ്റ്റ് മാറ്റി ഒരു സെഡാൻ മേടിക്കണം, ഒരു ഹോണ്ട സിറ്റി മേടിക്കണം എന്നാവും, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി വലിയ ഒരു SUV മേടിക്കണം എന്നാവും. പക്ഷേ അതിൻ്റെ ഒരു ട്രൂ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഹോണ്ട സിറ്റി മേടിച്ചാലും SUV മേടിച്ചാലും പിന്നെയും അതും ഇതേപോലെ തന്നെ ഒരു 6 മാസം ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അടുത്തൊരു ഗോളിലേക്ക് നോക്കാൻ തുടങ്ങും. ഇതാണ് ഈ ഒരു ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗോൾസ് നമുക്ക് ഷോർട്ട് ടേം ഹാപ്പിനെസ് തരുമെങ്കിലും അത് അച്ചീവ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ഗോൾസ് നമ്മുടെ അടുത്തു നിന്ന് ഇങ്ങനെ ദൂരെ ദൂരെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂഡമോണിയ വേഴ്സസ് ഹെഡോണിയ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അരിസ്റ്റോട്ടൽ പണ്ട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഹെഡോണിയയിൽ വരുന്നതാണ്, ഷോർട്ട് ടേം പ്ലഷറിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു യൂഡമോണിക് കാര്യങ്ങൾ ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം ഹാപ്പിനെസ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ആൾ പറയുന്നത്, നമ്മുടെ ലൈഫിനൊരു പേർപ്പസ് ഉണ്ടെങ്കിൽ ആ പേർപ്പസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ലോങ് ടേം ഹാപ്പിനെസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മുടെ ആ ഒരു ഹാർവേഡ് സ്റ്റഡിയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതൊരു 1938 സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റഡിയാണ്. ഒരു 700-ലധികം ആൾക്കാരെ ഈ ഒരു സ്റ്റഡിയിൽ അവർ നിരീക്ഷിച്ചിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും ഇവർ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സീക്രട്ട് ടു ഹാപ്പിനെസ് എന്താണെന്ന് ഈ സ്റ്റഡിയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ലോകത്തിലെ ലോങ്ങസ്റ്റ് ഡ്യൂറേഷനായിട്ട് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി. ഓവർ 80 ഇയേഴ്സ് നടന്നിട്ടുള്ളൊരു സ്റ്റഡിയാണ്. അപ്പോൾ ഇതിൽ ഇവർ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഇവരുടെ ലൈഫിൽ നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന എന്താണ് ഹാപ്പിനെസ് ചെയ്യുന്നത്, നമുക്ക് കുറേ പണമുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്നത് നമ്മൾ വിചാരിക്കും. അതേപോലെ തന്നെ കരിയർ നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. നല്ല വീട്, നല്ല കാറ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർ സ്റ്റഡി ചെയ്തു. എന്നിട്ട് അവർക്ക് മനസ്സിലായത്, ഈ കാര്യങ്ങളൊന്നും അല്ല ആക്ച്വലി ഒരാളുടെ ഹാപ്പിനെസ് ഡിസൈഡ് ചെയ്യണേ, അല്ലെങ്കിൽ അവർ ഹാപ്പിയാണോ എന്നുള്ളതിന് എഫക്റ്റ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സ് ഇതൊന്നും അല്ല എന്നാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അവർ പറയുന്നത്, ഈ ഒരു സ്റ്റഡിയിൽ അവർക്ക് മനസ്സിലായത്, ഒരാളുടെ ഹാപ്പിനെസ്സിനെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ആ ആളുടെ റിലേഷൻഷിപ്സാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ നല്ലോണം ഉള്ള ആൾക്കാരാണ് ജനറലി ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഹാപ്പി ആൻഡ് ഓൾസോ
ഹെൽത്തിയർ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ വന്നു. ഇൻട്രോവേർട്ടായ എൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ നമുക്ക് എത്ര നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെ എത്ര റിലേഷൻഷിപ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ അഫക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ കാര്യമൊക്കെ കട്ടപ്പുകയാണ്. പക്ഷേ അവർ പറയുന്നത് എത്ര ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതിലല്ല പോയിൻ്റ്. ക്വാണ്ടിറ്റിനേക്കാളും ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോഴാണ് എനിക്ക് അതും കൂടി കേട്ടപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ആശ്വാസമായത്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ എൻകറേജ് ചെയ്യാനും നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന നല്ല റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ഫാമിലി ആവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, പിള്ളേരാവാം. അപ്പോൾ എന്താണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള റിലേഷൻഷിപ്സ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രതിസന്ധിയും ഏതൊരു പ്രോബ്ലവും ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ലൈഫ് ഹാപ്പിയും ഹെൽത്തിയുമായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ലൈഫ് നമുക്ക് ലിവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ കുറേ കാലമായി വിളിച്ചിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്തായാലും അവരൊന്ന് വിളിക്കുക, മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ റിലേഷൻഷിപ്സ് നർച്ചർ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊക്കെ നോർമലി ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് കരിയറും ബിസിനസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ റിലേഷൻഷിപ്സാണ്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് പ്രോബ്ലംസ് ഫിലോസഫിയും സയൻസും ഒക്കെ വഴി മനസ്സിലാക്കാനും അത് ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.